ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ഡിഷ് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? കോഴിക്കോട് ബീച്ചിലെ എല്ലാ കടകളിലും കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് മുട്ട മസാല. ഈ ഒരു പേര് പോലെ തന്നെ ഗ്രീൻ പീസും മുട്ടയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. ഐറ്റത്തിൻ്റെ പേര് വലുതാണെങ്കിലും ഒരുപാട് സമയവും വേണ്ട, അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച 1 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയെടുത്ത ഗ്രീൻ പീസ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് മുട്ട മസാല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിലെ പ്രധാന ഐറ്റംസ് ഗ്രീൻ പീസും മുട്ടയാണെന്ന്. നമ്മൾ ആദ്യമേ ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് മുട്ട. നമ്മളിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട പൊട്ടിച്ച് കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുട്ടയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുട്ട ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയും തക്കാളിയും പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. തക്കാളി നല്ല രീതിയിൽ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്ത ഉടനെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ടേ. മുട്ട ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കുക. മുട്ട നല്ല രീതിയിൽ വെന്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. മിക്സിങ്ങിനെല്ലാം ശേഷം ഫ്ലെയിം ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് മിക്സാക്കി ഫ്ലെയിം ഓഫാക്കാം. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് മാറ്റാം കേട്ടോ. നല്ല ആവി പറക്കണ ഗ്രീൻ പീസ് മുട്ട മസാല റെഡി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.